ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. പണിപ്പുര ടാസ്ക് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ലൈവിനകത്ത്. ഇത്തവണ ലക്ഷറി ബഡ്ജറ്റ് സാധനങ്ങളും മത്സരാർത്ഥികളുടെ പേഴ്സണൽ സാധനങ്ങളും തുടങ്ങി ട്രാക്ക് സൂട്ടും ജംപ് സൂട്ടും നൈറ്റ് ഷൂട്ടും പിന്നെ ടീഷർട്ടും ഷർട്ടും പാന്റും ഷർട്ടിയും വരെ പണിപ്പുര എന്ന് പറയുന്ന ഒരു റൂമിനകത്തിട്ടാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദിലാനൂറ പിന്നെ അക്ബർ എന്നിവരാണ് ആ ഒരു റൂമിലേക്ക് പോയി സാധനങ്ങൾ എടുത്തത്. 14 സെക്കൻഡുകൾ ബസർ ടു ബസർ ആണ് ബിഗ് ബോസ് ആകെ അവർക്ക് കൊടുത്ത സമയം. ഈ കാണുന്ന ജനറൽ പേഴ്സണൽ പെട്ടിയിൽ കൊണ്ടുപോയി വെക്കണം എന്നതാണ് റൂള്. 14 സെക്കൻഡേ ഉള്ളൂ അകത്ത് പോയി തിരിച്ചു വന്നത് കൊണ്ട് വെക്കുന്നതിന്. എറിയാനും പാസ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല, അത് കൊണ്ടുപോയി അവിടെ വെക്കണം. അപ്പൊ അങ്ങനെ ടാസ്ക് തുടങ്ങി സാധനങ്ങൾ കുറെ എന്തൊക്കെയൊക്കെയോ എടുത്ത് വാരി കൂട്ടി 3 പേരും കൂടി ആ ഒരു ജനറൽ ബോക്സിൽ കൊണ്ടുപോയി വെച്ചു. 15 സെക്കൻഡിൽ കൂടി. എനിക്ക് തോന്നുന്നത് സാൻഡൽസ് ആയിരുന്നു, അത് മിക്സ് സാൻഡൽസ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. സാൻഡൽസ് ആണ് എടുത്തത്. ആർക്കും ചെരുപ്പ് പോലും കിട്ടിയിട്ടില്ല കേട്ടോ, നിങ്ങളൊന്ന് ഓട്ടോണേ. 15 സെക്കൻഡിലധികം ടൈം പിടിച്ചത് കൊണ്ട് ബിഗ് ബോസ് എല്ലാം കൂടി എടുത്ത് തിരിച്ചു വെപ്പിക്കുകയും ചെയ്തു. കുറെ അധികം സാധനങ്ങൾ എടുക്കാം എന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു എന്നൊക്കെ ബിഗ് ബോസ് ചോദിച്ചു പരിഹസിക്കുന്ന രീതിയിൽ. ആരുടെ ആയാലും അത് വൻ ഫ്ലോപ്പ് ഐഡിയ ആയിരുന്നു എന്നും ബിഗ് ബോസ് പറഞ്ഞു. പിന്നെ ഒരാഴ്ച 2 തവണ കയറാം ഒരു പണിപ്പുര എന്ന് പറയുന്ന റൂമിനകത്ത്. എന്നിട്ട് രണ്ടാമത്തെ തവണ കയറുന്നതിന് മുമ്പ് അവർ ആ ഒരു ബൗളിൽ നിന്ന് പോയിന്റ്സ് ടൈം എഴുതിയിരിക്കുന്ന ആ ഒരു ചിറ്റ് എടുക്കേണ്ടി വരുമായിരിക്കും. ആ ചിറ്റ് അനുസരിച്ചാണ് അവർ കയറിയത് കേട്ടോ. അങ്ങനെയാണ് 14 സെക്കൻഡ് പിന്നെ എത്രയോ പോയിന്റ് 450 പോയിന്റ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. കൂടുതൽ ടൈം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം സാധനങ്ങൾ എടുക്കാം. കൂടുതൽ ടൈം മീൻസ് കൂടുതൽ പോയിന്റ്സും എഴുതിയിട്ടുണ്ട് ആ ഒരു ചിറ്റിനകത്ത്. എന്തായാലും ഇതാണ് ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന 7ന്റെ പണി.